ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഒരു യാത്ര പോകാൻ എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയത്. പക്ഷേ രസം അതൊന്നുമല്ല. എങ്ങോട്ട് പോകും എന്നൊരു ഐഡിയയും ആർക്കുമില്ലായിരുന്നു. സ്ഥലം പോകുന്ന വഴിക്ക് തീരുമാനമാക്കാം, ആദ്യം ഇവിടുന്ന് ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ 6 പേരായിരുന്നു. രാത്രി ഏകദേശം 12 മണിയോടുകൂടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇടുക്കിയിലേക്ക് പോയാലോ എന്ന് ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും അവിടെ കനത്ത മഴയായതുകൊണ്ട് റൂട്ട് അതിരപ്പള്ളി വാൽപ്പാറ വഴി പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാക്കി. അതിരപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പറമ്പിക്കുളത്തേക്ക് ഞങ്ങൾ ആരും പോകാത്തതുകൊണ്ട് അത് മതി എന്ന് ഉറപ്പിച്ചു. വഴിയിൽ നിന്നൊരു ചായയും കുടിച്ച് ഫ്രഷാകാൻ അതിരപ്പള്ളി അടുത്തൊരു റൂം എടുത്തു. വഴിയിൽ നിന്ന് പാകം ചെയ്ത് കഴിക്കാൻ ഞങ്ങൾ ഗ്യാസ് അടുപ്പും കരുതിയിരുന്നു. രാവിലെ തന്നെ റൂമിൻ്റെ പുറത്തുനിന്ന് ചായയും പഴം പുഴുങ്ങിയതും കഴിച്ചു. അവിടുന്ന് എല്ലാവരും ഫ്രഷായി. പിന്നീട് ഭക്ഷണവും കഴിച്ചു. വളരെ മനോഹരമായൊരു പാതയാണിത്. ചുറ്റും മരങ്ങളും കാടുകളുമായി വളരെ ഭംഗിയുള്ള പാത. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വഴി വന്നപ്പോൾ ഒരു ആന ഞങ്ങളുടെ വണ്ടിക്ക് കുറുകെ പോയിരുന്നു. പരസ്പരം ഊക്കലും തമാശകളുമൊക്കെയായി ഞങ്ങൾ ആദ്യം എത്തിയത് തുമ്പൂർമൊഴി ചെക്ക് ഡാമിലേക്കാണ്. നമ്മൾ അതിരപ്പള്ളി പോകുമ്പോഴുള്ള ആദ്യത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. വണ്ടി പുറത്ത് പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ചാലക്കുടി പുഴയിലാണ് തുമ്പൂർമൊഴി ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും ജലസേചന ആവശ്യങ്ങൾക്കാണ് ഈ ഡാം ഉപയോഗിക്കുന്നത്. ചാലക്കുടി പുഴയിലെ വെള്ളം വലതുകര കനാൽ, ഇടതുകര കനാൽ എന്നീ 2 കനാലുകളിലേക്ക് തിരിച്ചുവിട്ട് സമീപത്തുള്ള കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയോടുകൂടിയാണ് ഇവിടുത്തെ നടപ്പാതകൾ ഒരുക്കിയിരിക്കുന്നത്. വഴികളിൽ കുരങ്ങന്മാരെയും പലതരത്തിലുള്ള കിളികളെയും ചിത്രശലഭങ്ങളെയും കൊണ്ട് നമുക്ക് അവിടുത്തെ ഭംഗി ആസ്വദിക്കാം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്ന തുമ്പൂർമൊഴിയെയും ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം. തുമ്പൂർമൊഴിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. ഏഴാറ്റുമുഖത്തേക്ക് പോകാതെ ഞങ്ങൾ തിരിച്ചു നടന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് അടുത്ത ലക്ഷ്യം. അങ്ങനെ അതിരപ്പള്ളി പോകും വഴി എക്സൈസുകാർ കാറിന് കൈ കാണിച്ച് ഞങ്ങളുടെ വാഹനം പരിശോധിച്ചു. അവർ കാര്യമായിട്ട് വാഹനമെല്ലാം പരിശോധിച്ച് ഞങ്ങളുടെ മൊബൈൽ നമ്പറും വാങ്ങിവിട്ടു. അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് അടുത്ത ലക്ഷ്യം. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ 3 പേർ മാത്രമേ അങ്ങോട്ട് ഇറങ്ങിയിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. ഒരാവേശത്തിന് താഴേക്ക് ഇറങ്ങി കയറാൻ ബുദ്ധിമുട്ടുന്നവരെ കാണാമായിരുന്നു. കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഇരുഭാഗവും വനത്താൽ ചുറ്റപ്പെട്ടതുമായ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കൂടിയാണ്. ഏകദേശം 80 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. വെള്ളച്ചാട്ടത്തിന് ഇരുവശത്തുമുള്ള നിബിഡ വനം, വേഴാമ്പൽ, വാനമ്പാടി, കൃഷ്ണപ്പരുന്ത്, കാട്ടിലക്കിളി, ശരപക്ഷി തുടങ്ങി ധാരാളം പക്ഷികളുടെയും ആന, കാട്ടി, സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, കുട്ടിത്തേവാങ്ക് തുടങ്ങിയ ജന്തുക്കളുടെയും വിവിധ ഇനം ചിത്രശലഭങ്ങളുടെയും വാസസ്ഥലമാണ്. കൂടാതെ കാടർ, മലയർ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളും ഈ വനത്തിൽ താമസിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ സിനിമകളുടെയും ബോളിവുഡ് സിനിമകളുടെയും ഒരു ഇഷ്ട ലൊക്കേഷനാണിവിടം. പല ചിത്രങ്ങളിലെയും ഗാനരംഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മണിരത്നത്തിൻ്റെ രാവൺ സിനിമയിലെ പ്രശസ്തമായ ഗാനരംഗം ഇവിടെയാണ് ചിത്രീകരിച്ചത്. അതുപോലെ തന്നെ ബാഹുബലി സിനിമയിലെ വെള്ളച്ചാട്ട രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ച് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ വിപുലീകരിച്ചവയാണ്. ഞങ്ങൾ എത്തിയപ്പോഴും നിരവധി ആളുകൾ റീൽസിന് വേണ്ടി വീഡിയോ എടുക്കുന്നതും ഫോട്ടോഷൂട്ട് നടത്തുന്നതും കാണാമായിരുന്നു. മഴയുള്ള സമയമായതുകൊണ്ട് ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ കയറുകൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്.
അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു കയറി. അടുത്ത സ്ഥലമായ വാൽപ്പാറ മലക്കപ്പാറ വഴി ലക്ഷ്യമാക്കി നീങ്ങി.